ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1ാം ക്ലാസ്സിൻ്റെ മാത്സിൽ 9ാമത്തെ പാഠമാണ് കേട്ടോ. പാഠത്തിൻ്റെ പേരെന്താണ്? നേരമായി. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇതിന് മുൻപുള്ള ചാപ്റ്റേഴ്സാണ് വേണ്ടതെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ഒരു പാഠത്തിൽ സമയത്തെക്കുറിച്ചാണ് കേട്ടോ പഠിക്കുന്നത്. രാവിലെ, രാത്രി, ഉച്ച അങ്ങനെയുള്ള സമയങ്ങളെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. ഇവിടെ ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ജനുവരി 1-ാം തീയതി ബുധനാഴ്ചത്തെ ഡയറിയാണ് തന്നിട്ടുള്ളത്. ആരുടെ ഡയറിയാണ്? മിയയുടെ ഡയറി. എൻ്റെ ഒരു ദിവസം. രാവിലെ അമ്മ വിളിച്ചുണർത്തി. എഴുന്നേറ്റ് പല്ല് തേച്ചു. കുളിക്കാൻ കൂടുതൽ സമയമെടുത്തു. മിയയുടെ ഡയറിയാണ് കേട്ടോ. അച്ഛൻ ദോശയും ചമ്മന്തിയും തന്നു. സ്കൂൾ വാനിൽ പോയതിനാൽ വേഗം സ്കൂളിലെത്തി. ഉച്ചവരെ രേണുക ടീച്ചറോടൊപ്പം. ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ഊണിനൊപ്പം എനിക്ക് ഇഷ്ടമുള്ള കൂട്ടുകറി കിട്ടി. നല്ല രുചിയുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഗണിത പുസ്തകത്തിൽ ചിത്രം വരച്ചു. വൈകുന്നേരം കൂട്ടുകാരോടൊപ്പം ക്രിക്കറ്റ് കളിച്ചു. രാത്രി ചപ്പാത്തിയാണ് കഴിച്ചത്. മോളെ 9 മണിയായി, ഇനി ഉറങ്ങാം, അമ്മ പറഞ്ഞു. അപ്പോൾ മിയ എന്താണ് രാവിലെ മുതൽ രാത്രി വരെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഡയറി ആയിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ മക്കളും ഇതുപോലൊക്കെ ഡയറി എഴുതണേ. അടുത്തത് എന്താണ്? ചിത്രങ്ങൾ നോക്കി ഡയറി എഴുതാം. മിയ എന്തൊക്കെ കണ്ടു, എവിടെയൊക്കെ പോയി, എന്തെല്ലാം ചെയ്തു. അപ്പോൾ ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നോക്കിയിട്ട് ഡയറി തയ്യാറാക്കാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഫസ്റ്റ് പിക്ചർ എന്താണ്? രാവിലെയാണ് അല്ലേ. അപ്പോൾ രാവിലെ തന്നെ എന്താണ് മിയ ചെയ്യുന്നത്? അച്ഛനോടും അമ്മയോടും ഒപ്പം ചെടി നനയ്ക്കുകയാണ് അല്ലേ. ചെടി നടുകയും നനയ്ക്കുകയൊക്കെ ചെയ്യുകയാണ്. അടുത്ത ചിത്രത്തിൽ എന്താണ്? ഉച്ചയ്ക്ക് പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നു. വൈകുന്നേരം പാർക്കിൽ കളിക്കുന്നു. അടുത്ത ചിത്രത്തിൽ എന്താണ്? രാത്രി ഒരു സ്റ്റേജ് പരിപാടി കാണുന്നു. അപ്പം നമ്മൾ ചിത്രങ്ങൾ നോക്കി ഡയറി എഴുതിയതിലൂടെ ഏതൊക്കെ സമയത്തെക്കുറിച്ച് പഠിച്ചു? രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി. അടുത്തത് എൻ്റെ ഡയറി. നിങ്ങൾ ഞായറാഴ്ച എവിടെയൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു, അവയെല്ലാം ചേർത്ത് ഡയറി എഴുതൂ, ചിത്രങ്ങളും വരയ്ക്കൂ. അപ്പോൾ ഇവിടെ മിയ ചിന്തിക്കുകയാണ് എന്ത്, ഇന്ന് ഞായറാഴ്ചയല്ലേ, ഡയറിയിൽ എന്തൊക്കെ എഴുതണം? രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി എന്നെല്ലാം ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മോഡൽ എഴുതാം. അപ്പോൾ മക്കളുടെ ഞായറാഴ്ച എങ്ങനെയാണോ അത് എഴുതുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡയറിയിൽ എഴുതുമ്പം എന്താണ് ഉണ്ടാവേണ്ടത്? രാവിലെ എന്താണ് ചെയ്തത്, ഉച്ചയ്ക്ക് എന്താണ് ചെയ്തത്, വൈകുന്നേരം എന്ത്, രാത്രി എന്ത് എന്നുള്ള കാര്യങ്ങൾ എന്തായാലും ഉൾപ്പെടുത്തണം. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു. പല്ലു തേച്ചു, കുളിച്ചു, കുടുംബത്തോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചു. ഉച്ചയ്ക്ക് ഒരു കല്യാണത്തിന് പോയി. മടക്കയാത്രയിൽ അമ്മൂമ്മയുടെ വീട്ടിലും കയറി. അമ്മൂമ്മ എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നു. എനിക്ക് സന്തോഷമായി. വൈകുന്നേരം 4 മണിക്ക് ബീച്ചിൽ പോയി. കുറച്ചുനേരം മണൽ വീടുണ്ടാക്കി കളിച്ചു. വെള്ളത്തിൽ ഇറങ്ങി. കുറച്ചുനേരം പാർക്കിലും കളിച്ചാണ് പോന്നത്. രാത്രി ഭക്ഷണം പുറത്തു നിന്ന് കഴിച്ചു. 10 മണിയായപ്പോഴാണ് കിടന്നത്. ഇതുപോലെ തന്നെ എഴുതണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ഞായറാഴ്ച എങ്ങനെയാണോ അതുപോലെ എഴുതുക കേട്ടോ. 4 സമയവും നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം. ഇനി ആഴ്ചകളെ കുറിച്ചുള്ള ഒരു പാട്ടായാലോ? ആഴ്ചപ്പൂരം. ആഴ്ചകളേഴും കൂടി കൊടകര പൂരം കാണാൻ ചെന്നെത്തി. ഞായർഗമയിൽ നടന്നു മുന്നിൽ പിറകെ കൂടി മറ്റുള്ളോർ. തിങ്കൾ വാങ്ങി ചാന്തും പൊട്ടും ചൊവ്വ കറക്കി കളിപ്പാട്ടം. ബുധനും വ്യാഴവും ചുറ്റി നടന്നു കടല കുറിച്ചു രസിക്കുന്നു. വെള്ളി തിരഞ്ഞു പലഹാരം, ശനിക്ക് വേണ്ടത് മണിമാല. ചുറ്റിയടിച്ചു നടക്കുന്നേരം ചടപട ചടപട വെടിപൊട്ടി. പേടിച്ചോടി ആഴ്ചകളേഴും ചുവരിൽ കയറിയിരിപ്പായി. പി.ടി. മണികണ്ഠൻ പന്തലൂറാണ് ഈ ഒരു പാട്ട് എഴുതിയിട്ടുള്ളത്. ഒരാഴ്ചയിൽ 7 ദിവസമാണുള്ളത് അല്ലേ. അപ്പോൾ ഏതൊക്കെ ആഴ്ചയാണുള്ളത്? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. അങ്ങനെ 7 ദിവസങ്ങളാണ് അല്ലേ ഒരാഴ്ച എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? കലണ്ടർ നോക്കൂ, ദിവസങ്ങൾ പറയൂ, എഴുതൂ. അപ്പോൾ ഇത് ഏത് മാസത്തെ കലണ്ടറാണ്? ഏത് വർഷത്തതാണ്? ജനുവരി 2025 അല്ലേ. മുകളിൽ എഴുതിയത് നോക്കിക്കേ.
അതിൽ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി അങ്ങനെ ആഴ്ചകൾ 7 എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? 2025 ജനുവരി മാസത്തിൽ എത്ര അവധി ദിവസങ്ങളുണ്ട്? അവധി ദിവസങ്ങൾ ഏത് നിറത്തിലാണ് അടയാളപ്പെടുത്തുക? ചുവപ്പ് നിറത്തിലാണല്ലേ. അപ്പോൾ ചുവപ്പ് നിറത്തിലുള്ള അക്കങ്ങൾ ഏതൊക്കെയാന്ന് നോക്കിയാൽ മതി. ഏതൊക്കെയാ? 2, 5, 11, 12, 19, 26 അങ്ങനെ 6 അവധി ദിവസങ്ങളാണ് ഉള്ളത്. അടുത്തത് പുതുവർഷം തുടങ്ങുന്നത് ഏതു തീയതി, ഏതു ദിവസം? പുതുവർഷം തുടങ്ങുക എന്ന് പറയുമ്പോൾ അത് ഏതാണ് തീയതി വരിക? 1-ാം തീയതിയാണ് അല്ലേ. 1 ഫസ്റ്റ് തുടങ്ങുന്നത്. ജനുവരി 1 പുതുവർഷം. അപ്പോൾ അത് ഏത് ദിവസമാണ്? ജനുവരി 1 എന്നുള്ളത് ഏത് ദിവസത്തിൻ്റെ താഴെയാണ്? ബുധൻ അല്ലേ. അപ്പോൾ ബുധനാഴ്ചയാണ് പുതുവർഷം തുടങ്ങുന്നത്. അടുത്തത് ശുചിത്വ വിദ്യാലയം. ഞായറാഴ്ച വിദ്യാലയത്തിൽ രക്ഷിതാക്കളുടെ യോഗം നടന്നു. ശുചിത്വ സേനയുടെ ഉദ്ഘാടനം നടന്നത് തിങ്കളാഴ്ചയാണ്. വാർഡ് മെമ്പർ വന്നിരുന്നു. ചൊവ്വാഴ്ച ഓലക്കുട്ടകൾ ഉണ്ടാക്കി. കുഴിയുണ്ടാക്കിയത് ബുധനാഴ്ചയാണ്. വ്യാഴാഴ്ച പോസ്റ്റർ പ്രചരണം നടത്തി. വെള്ളിയാഴ്ച രക്ഷിതാക്കൾ വന്ന് വിദ്യാലയവും പരിസരവും വൃത്തിയാക്കി. ശനിയാഴ്ച പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു ശുചിത്വ വിദ്യാലയമായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരാഴ്ചയിൽ സ്കൂളിൽ നടന്ന പ്രവർത്തനമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള 7 ദിവസത്തിലും നടന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി അടുത്തത് എന്താണ്? എൻ്റെ അനുഭവം ഒരാഴ്ച. നിങ്ങളുടെ ഓരോ ദിവസത്തെയും ഒരു ഇഷ്ടപ്പെട്ട കാര്യം കളത്തിലെഴുതൂ. ഇവിടെ ഞായർ മുതൽ ശനി വരെയുള്ള കളങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം ഞായറാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്നുണ്ടാവുമല്ലോ. ചെറിയൊരു മിഠായി ആരെങ്കിലും തന്നതോ, ടീച്ചർ നല്ലൊരു വർത്താനം പറഞ്ഞതോ, അല്ലെങ്കിൽ ഉമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് കൊടുത്തത്, അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഓരോ ദിവസം നടന്നത് ഓരോ കളത്തിൽ എഴുതുക. ഉദാഹരണത്തിന് ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കാം. മക്കൾ അത് നേരെ കോപ്പി ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എഴുതുന്നത് ഞായറാഴ്ച ബീച്ചിൽ പോയി, തിങ്കൾ സ്കൂളിൽ പാട്ടുപാടി സമ്മാനം കിട്ടി, ചൊവ്വ മലയാളം കേട്ടെഴുത്തിൽ ഫുൾ മാർക്ക് നേടി, ബുധൻ എൻ്റെ ചെടിയിൽ പൂ വിടർന്നു, വ്യാഴം സ്കൂളിൽ നിന്നും ടൂർ പോയി, വെള്ളിയാഴ്ചയോ എൻ്റെ പിറന്നാൾ ആഘോഷിച്ചു, ശനിയാഴ്ച അമ്മ എൻ്റെ ഇഷ്ടവിഭവം ഉണ്ടാക്കി തന്നു. അപ്പോൾ ഇതുപോലെയൊക്കെ മക്കൾക്കും സന്തോഷമുള്ള കാര്യം എഴുതുക കേട്ടോ. അടുത്തത് കലണ്ടർ നോക്കി പൂർത്തിയാക്കൂ. ഇവിടെ മാസങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ട്. എത്ര മാസങ്ങളാണ് നമുക്കുള്ളത്? ഒരു വർഷം 12 മാസങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. പുതുവർഷം തുടങ്ങുന്നത് ജനുവരിയിലാണ്. ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് വേനലവധി. അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നത് ജൂണിലാണ്. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റിലാണ്. അതുപോലെ ശിശുദിനം നവംബറിൽ, ഡിസംബറിൽ ക്രിസ്തുമസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സ്കൂൾ വേനലവധിക്കാലം ഏതെല്ലാം മാസങ്ങളിലാണ്? ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് അല്ലേ. നിങ്ങളുടെ പിറന്നാൾ ഏതു മാസത്തിലാണ്? അത് ഓരോരുത്തരുടേതും ഓരോ മാസമായിരിക്കും അല്ലേ. ചിലവരതൊക്കെ സെയിം ഉണ്ടാവും. ആ മാസത്തിന് നിങ്ങൾ നീല നിറം കൊടുക്കണം. വർഷത്തിലെ അവസാന മാസം ഏതാണ്? അതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഡിസംബർ ആണ് അല്ലേ. ജനുവരി ആദ്യ മാസവും ഡിസംബർ അവസാന മാസവുമാണ്. അപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ ഏത് മാസമാണ് നോക്കിയിട്ട് നീല നിറം കൊടുക്കണേ. അടുത്തത് എന്താണ്? ഏതേതു മാസം. ഇവിടെ ഓരോ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ഓരോ സംഭവങ്ങളാണ് ചിത്രത്തിലുള്ളത്. അത് ഏത് മാസമാണെന്ന് നമ്മൾ എഴുതണം. അപ്പോൾ ഫസ്റ്റ് എന്താണ്? ഹാപ്പി ന്യൂ ഇയർ, പുതുവർഷാരംഭം ഏത് മാസമാണ്? ജനുവരിയിലാണ് അല്ലേ വർഷാരംഭം. പിന്നെ റിപ്പബ്ലിക് ദിനം ഏത് മാസത്തിലാണ്? അതും ജനുവരിയിലാണ്. പിന്നെ ശിശുദിനമോ? നവംബറിലാണ്. ഗാന്ധി ജയന്തി ഒക്ടോബറിലാണ്. സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റിലാണ്. അധ്യാപക ദിനം സെപ്റ്റംബറിലാണ് അല്ലേ. ഇനി അടുത്തത് കാലങ്ങളാണ്. ഏതൊക്കെ കാലങ്ങളാണുള്ളത്? വേനൽക്കാലം, വസന്തകാലം, മഴക്കാലം, ശീതകാലം. ഓരോ കാലത്തിനും അനുയോജ്യമായ ചിത്രങ്ങൾ യോജിപ്പിച്ചു വരയ്ക്കൂ. വേനൽക്കാലത്ത് ഇതാ വരണ്ട് കിടക്കുന്നുണ്ട്. വസന്തകാലത്താണ് പൂക്കളൊക്കെ നന്നായിട്ട് വിരിയുന്നത് അല്ലേ. മഴക്കാലത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. അതുപോലെ ശീതകാലം എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള കാലം. അപ്പോൾ നമുക്ക് ഇവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, 4 കാലങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും മേച്ചാക്കി വരയ്ക്കാം. കുട
ഏത് കാലത്തിലാണ്? മഴക്കാലത്തിലാണ്. പിന്നെ ആ ഒരു കോട്ട് ഏത് കാലത്തിലാണ്? ശീതകാലത്തിലാണ്. വിശറി വേണ്ടത് ഏത് കാലത്തിലാണ്? വേനൽക്കാലത്തിൽ. പൂക്കൾ വസന്തകാലത്തിൽ. അപ്പം നമ്മൾ ഈ ഒരു പാഠത്തിലൂടെ രാവിലെ, ഉച്ച, വൈകിട്ട്, രാത്രി എന്നിങ്ങനെയുള്ള സമയങ്ങൾ പഠിച്ചു. ആഴ്ചകൾ 7 ഉണ്ട്. ഏതൊക്കെയാണ്? ആഴ്ചയിൽ 7 ദിവസങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. അത് പഠിച്ചു. 12 മാസങ്ങൾ പഠിച്ചു. മാസങ്ങളിലും പ്രത്യേകതയുള്ള ദിവസങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ കാലങ്ങൾ പഠിച്ചു അല്ലേ? ഓരോ കാലത്തിനും അനുയോജ്യമായത് പഠിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ അതൊക്കെ മക്കൾ നന്നായിട്ട് എഴുതി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ മക്കൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.